സൗണ്ട് എന്നുള്ളൊരു സംഗതി ഉണ്ടല്ലോ, അതൊരു ഇൻഫർമേഷനേക്കാളും കൂടുതൽ ഇറ്റ്സ് അബൌട്ട് എ സെൻസേഷൻ. നമ്മളുടെ ഈ ഒരു ഫാക്കൽറ്റി നമ്മൾ അബ്യൂസ് ചെയ്യാൻ പാടില്ല. അപ്പം അതിൻ്റെ കപ്പാസിറ്റി അത് യൂസ് ചെയ്യുന്ന രീതി സിനിമയിലാണെങ്കിൽ അത് നല്ല രീതിയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഓരോ ആളും സൗണ്ട് ഈ പിക്ചറിനെക്കാട്ടിലും, ഒരുപക്ഷെ ഞാൻ സൗണ്ടായിട്ട് പ്രിയോക്യുപ്പൈഡ് ആയതുകൊണ്ട് പറയുന്നത്, പിക്ചറിനെക്കാട്ടിലും സൗണ്ട് യൂസ് ചെയ്യുന്ന രീതി വെച്ചിട്ട് ഓരോ ആളും അവരവരുടെ ഫോം ഓഫ് ഫിൽം മേക്കിംഗ് കണ്ടെത്തും. നമ്മൾ മാസ്റ്റേഴ്സിൻ്റെ വർക്ക് നോക്കിക്കഴിഞ്ഞാൽ അവരൊക്കെ സൗണ്ട് യൂസ് ചെയ്യുന്ന രീതി വ്യത്യാസമുണ്ട്. സൗണ്ട് യൂസ് ചെയ്യുന്ന രീതി വെച്ചിട്ട് തന്നെ പിക്ചർ ഷൂട്ട് ചെയ്യുന്ന രീതിയും. പക്ഷെ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സെൻസേഷൻ നമ്മൾ ബിൽഡ് ചെയ്തെടുക്കേണ്ടി വരും, ഈ കേൾക്കുന്ന സെൻസേഷൻ. പിന്നെ അതിനെ വിശ്വസിക്കുകയും വേണം. കാഴ്ചകളിടത്തോളം കാലം നമ്മൾ സൗണ്ടിൻ്റെ വാല്യൂ മനസ്സിലാവില്ല. അത് കണ്ണടയ്ക്കുമ്പോൾ മാത്രമേ നമ്മൾ അതറിയൂ, അല്ല ഇരുട്ടാകുമ്പോഴേ നമ്മൾ അറിയുന്നു. ആ ഒരു കൺസെപ്റ്റ് ആയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു സിനിമേൻ്റെ ഒരുപാട് വാല്യൂ മാറും. ഇത് അക്കാഡമിക്കലി അല്ല, ദിസ് ടു ബി ആൻ ഇമോഷണൽ എക്സ്പീരിയൻഷ്യൽ ആയിട്ട് വരണം. അല്ലാതെ ഇപ്പോൾ പിക്ചർ ഇല്ലാതെ സൗണ്ട് കൊണ്ട് മാത്രം സിനിമ ഉണ്ടാക്കിയാൽ റേഡിയോ ഇതുമാതിരി ആവുന്നു. സിനിമയിൽ തന്നെ സൗണ്ട് യൂസ് ചെയ്യുന്നു. അത് നമുക്ക് ഇവരെല്ലാം കാണിച്ചു തന്നിട്ടുണ്ട്. 30s മുതൽക്ക് സൗണ്ട് വന്ന കാലം മുതൽക്ക് ഓർസൺ വെൽസ് ആണെങ്കിലും ഹിച്ച്കോക്ക് ആണെങ്കിലും സെർജി ലിയോൺ ആണെങ്കിലും ബ്രെസോൺ, ഓസു, ഇവരെല്ലാം കാണിച്ചു തന്നിട്ടുണ്ട് നമുക്ക് ഈ സൗണ്ട് കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം ലുക്രേഷ്യ മാർട്ടിൽ കാണിച്ചു തരുന്നുണ്ട്. എല്ലാവരും വ്യത്യസ്ത രീതിയിലുണ്ട്. അവരുടെ ഫിലിമിൻ്റെ ഫോമും വ്യത്യാസമുണ്ട്. അപ്പം നമുക്ക് സിനിമയോട് താല്പര്യം ഉണ്ടെങ്കിൽ അതൊരു എക്സ്പീരിയൻസ് ആണ്. അത്തരം ഫിലിം മേക്കേഴ്സിന് സിനിമ കാണുന്നതും അതിൽ വർക്ക് ചെയ്യുന്നതും അങ്ങനെ സിനിമ ഉണ്ടാക്കുന്നതും ഒക്കെ തന്നെ ഒരു എക്സ്പീരിയൻസ്. സോ നമുക്ക് സൗണ്ട് ഡിസൈനിനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങാമെന്ന് തോന്നുന്നു. അപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലയ്ക്ക് മധു അപ്സര സർ, യു ഹാവ് ബീൻ അസോസിയേറ്റഡ് വിത്ത് FTII സിൻസ് എനിക്ക് തോന്നുന്ന ഒരു 90s തുടങ്ങി അസോസിയേറ്റഡ് ആണ്. ഞാൻ ഇവിടെ പഠിക്കുക 88 ചേർന്നു, 91 പാസ് ഔട്ടായി. പിന്നെ ഞാനിവിടെ പഠിപ്പിക്കാൻ ആയിട്ട് വന്നത് 2017 ഓൾമോസ്റ്റ് എൻഡ് ആയിട്ടുണ്ടാവും. അപ്പം മുതൽക്ക് ഞാനിവിടെ ഉണ്ട് പഠിപ്പിക്കാനായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള സമയത്ത് യു ആർ വർക്കിംഗ് ഓൺ ദ പ്രോജക്ട്സ്? അതെ, ഞാൻ തുടങ്ങിയ തന്നെ ധാരാവിയാണ് ഏറ്റവും ആദ്യം ഞാൻ ചെയ്ത സിനിമ. അത് കഴിഞ്ഞപ്പം പിന്നെ ഞാൻ മണിക്കോളിൻ്റെ കൂടെ അസിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡിറക്ഷനിൽ. അത് എനിക്ക് അന്ന് തുടങ്ങി. ഞങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന സമയത്ത് മണിക്കോൾ ഇവിടെ ഒരു ഇതിന് വന്നിട്ടുണ്ടായിരുന്നു, ഒരു വർക്ക്ഷോപ്പിന് വന്നിട്ടുണ്ടായിരുന്നു ഡിറക്ഷൻ സ്റ്റുഡൻസിന്. അപ്പോഴന്ന് അദ്ദേഹത്തിൻ്റെ ക്ലാസ് രാവിലെ 8 മണിക്കാണ് ഉണ്ടാവാറ്. അപ്പം ഞങ്ങൾക്ക് ക്ലാസ് തുടങ്ങുന്ന ഒന്നൊക്കെ 9 മണിക്കായിരുന്നു, 9:30 ഞാൻ സാധാരണ ക്ലാസ് ഒരു ദിവസം വെറുതെ ഒന്ന് പോയതാണ് എന്താണ് ഈ ക്ലാസ് എന്ന് അറിയാൻ വേണ്ടി. എനിക്ക് മണിക്കോളിനെ നേരത്തെ അറിയുന്നുണ്ടായിരുന്നു. നാട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു കുരുവട്ടൂർ ചെറിയ ഗ്രാമത്തിൽ നിന്നല്ലേ വന്നിട്ടുള്ളത്. അപ്പം ഇങ്ങനെ കേട്ടിട്ടുണ്ട് എന്നല്ലാതെ എന്താണെന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ ആ ക്ലാസ് ഒരു ക്ലാസ് വന്നപ്പോൾ പിന്നെ എല്ലാ ദിവസവും ഞാൻ വരാൻ തുടങ്ങി. പിന്നെ ആ ഒരു മാസത്തെ വർക്ക്ഷോപ്പായിരുന്നു. അപ്പം അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കൂടെ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്. പക്ഷേ സാർ അന്ന് എടുത്തത് സൗണ്ടാണ്. അപ്പം എന്നോട് പറഞ്ഞു സൗണ്ട് ചെയ്യുകയാണെങ്കിൽ സൗണ്ട് ചെയ്തോളൂ, എന്നിട്ട് അത് കഴിയുമ്പോഴത്തേക്ക് ഒരു ഫീച്ചർ ഫിലിം സ്ക്രിപ്റ്റ് എഴുതിയിട്ട് എനിക്ക് അയച്ചു തരുന്നു. അപ്പം ഞാൻ അതുപോലെ ചെയ്തു. എന്നിട്ട് ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു വരട്ടെ എന്ന് വെച്ചപ്പോൾ അടുത്ത പ്രോജക്റ്റിൽ വന്നോളാൻ പറഞ്ഞു. അങ്ങനെ ക്ലൗഡ് ഡോറിൽ അസിസ്റ്റ് ചെയ്യാൻ തുടങ്ങി. എത്ര ഫിലിംസ് ചെയ്തിട്ടുണ്ടാവും? ക്ലൗഡ് ഡോർ ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു, ലൈറ്റ് അപ്പാരൽ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ദ സെർവൻറ്റ് ഷർട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഭോജ് എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ചെയ്തു. പിന്നെ എൻ്റെ ഇടയിൽ ഒരു ഡോക്യുമെൻ്ററിയും ചെയ്തു. ഇത്രയും ടൈം. അദ്ദേഹത്തിൻ്റെ രീതികൾ ബ്രെസോണിൻ്റെ ഒരു ഇത് വെച്ചിട്ട് അങ്ങനത്തെ ഒരു ഫോം ഒക്കെ പറയുന്നൊരു മണിക്കോളിൻ്റെത് ബ്രെസോണിൻ്റെ ഓൾമോസ്റ്റ് അങ്ങനെയാണ്. പക്ഷെ ബ്രെസോൺ ഒരു പക്ഷേ കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക്കലി പിക്ചറും സൗണ്ടും കൂടെ ഡിസൈഡഡ്ലി ഇന്നത് പിക്ചറിന് ഇന്നത് സൗണ്ടിന് എന്നുള്ള രീതിയിൽ മാറ്റി വെക്കുന്നതായിരുന്നു. മണിയുടേത് കുറച്ചും കൂടെ മ്യൂസിക്കായിട്ട് കണക്റ്റഡ് ആണ്. അറ്റ്ലീസ്റ്റ് ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയ കാലം മുതൽ. അതായത് ഇദ്ദേഹം ഈ ധ്രുപദ് മ്യൂസിക്കായിട്ട് വളരെയധികം അടുത്തിട്ടാണ് ഉള്ളത്. അപ്പോൾ ഈ മ്യൂസിക് എങ്ങനെ സിനിമയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ
മ്യൂസിക് സിനിമയിൽ ഉപയോഗിക്കുന്ന രീതി വെച്ചിട്ടല്ല, പക്ഷേ മ്യൂസിക്കിൻ്റെ ഒരു ഫോം ഉണ്ടല്ലോ. അതായത് മ്യൂസിക്കിൽ ഇപ്പോൾ പ്രത്യേകിച്ചും ധ്രുപത്തിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നീണ്ടുള്ള ആലാപനമാണ്. അതായത് ഒരു രാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രാഗം അതിൻ്റെ ആലാപനത്തിലൂടെ മാനിഫെസ്റ്റ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ തുടങ്ങുമ്പം തന്നെ ഒന്നോ രണ്ടോ രണ്ട് നോട്ട് എടുത്തിട്ട് അല്ലെ 2-3 നോട്ടിൻ്റെ ഫ്രേസസ് ഫോം ചെയ്യും. ആ ഫ്രേസിൻ്റെ തന്നെ പല കോമ്പിനേഷനുമായിട്ടും ഫോം ചെയ്തു വരും. എന്നിട്ട് അടുത്ത നോട്ടും കൂടെ വെച്ചിട്ട് അടുത്ത ഇതിലേക്ക് പോകും. അങ്ങനെ ചെറിയ ചെറിയ ഫ്രേസ് കൂടിയാണ് ഇത് ബിൽഡ് ചെയ്ത് വരുന്നത്. അപ്പോഴെന്താണെന്ന് വെച്ചാൽ ഒരു ആൾക്ക് ഒരു ഫ്രേസിൻ്റെ മെമ്മറി മനസ്സിലുണ്ടാവും, കേൾക്കുന്ന ഒരാൾക്ക്, വായിക്കുന്ന ഒരാൾക്കും. അപ്പോൾ ഈ മെമ്മറിയിലാണ് അടുത്ത ഫ്രേസ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രാഗം ഫോം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഫ്രേസസിൻ്റെ മെമ്മറീസ് കൂടെ ഇതൊരു ഇമോഷനായിട്ട് ഫോം ചെയ്തെടുക്കുന്നത്. അതാണ് രാഗം. യഥാർത്ഥത്തിൽ അവരിപ്പോൾ ഒരു രാഗം ധ്രുപത്തിലൊരു രാഗം പഠിപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വർഷം എടുത്തിട്ടാണ് പഠിപ്പിക്കുക. യമൻ 8, 10, 12 വർഷം പഠിപ്പിച്ച ആൾക്കാരുണ്ട്. അപ്പോൾ ആ ഗുരുകുലിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു കൺസേർട്ട് നടത്തുന്നത് 10-15 വർഷം കഴിഞ്ഞിട്ടാണ്, 6 മാസം കൊണ്ടുള്ള കൺസേർട്ടല്ല. അപ്പോൾ വെച്ചാൽ അത് എന്താ ഒരു നോട്ടിൻ്റെ, അതായത് ഒരു ഫ്രേസിൻ്റെ അല്ലെങ്കിൽ ഒരു ശ്രുതിയുടെ, ഈ ശ്രുതി എന്താണെന്നുള്ളത് ടെക്നിക്കലി അല്ല നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യുക ചെയ്യുന്നത്. ഇപ്പം മണിയുടെ കൺസെപ്റ്റ് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ സിനിമയിൽ ഇതുപോലൊരു ഇമോഷൻ ബിൽഡ് ചെയ്യാൻ പറ്റുമോ, ഒരു സെർട്ടൺ ഇമോഷൻ ഇവിടെ ബിൽഡ് ചെയ്തു, അടുത്തത് ബിൽഡ് ചെയ്തു, അടുത്തത് ബിൽഡ് ചെയ്തു, ഇങ്ങനെ ഫോം ചെയ്ത് കൊണ്ടുവരാൻ പറ്റുമോ. അതായത് ഇമോഷനിലാണ് നെഗറ്റീവ് ഉണ്ടാക്കുന്നത്, ലോജിക്കലല്ല. മീനിങ് അതായത് നമ്മളുടെ നെഗറ്റീവ്, ലിറ്ററേച്ചറിലെ നെഗറ്റീവ് നമ്മൾ ഫോം ചെയ്യുന്നത് ഇന്നതുകൊണ്ട് ഇന്നത് സംഭവിച്ചു, അല്ലെ അത് കാരണം ഇത് വരാൻ പോകുന്നു, ഇന്ന ആൾക്ക് ഇന്നത് സംഭവിച്ചു, അത് അദ്ദേഹം മാറ്റി വെച്ചിട്ട് ആ ഒരു സെർട്ടൺ സിറ്റുവേഷനിലെ ഇമോഷൻ, അതും പ്രത്യേകിച്ചും പിക്ചറിൻ്റെ എങ്ങനെയാണോ പിക്ചർ വരുന്നത്, അതായത് അതിൻ്റെ കോമ്പസിഷനും അതിൻ്റെ ലെയറിങ്ങും ലൈറ്റിങ്ങും പിന്നെ ഡെപ്തും എല്ലാം നോക്കിയിട്ട് പിക്ചറിന് ഒരു ഇമ്പാക്റ്റ് ഉണ്ട് ഒരു വിഷന്. അതേപോലെ അതിൻ്റെ കൂടെ ശബ്ദവും കൂടി ഉപയോഗിക്കുമ്പോൾ ഇത് രണ്ടും കൂടെ കൂടിയിട്ട് വരുന്നൊരു ഫോം ഉണ്ടല്ലോ. ഈ ഫോം ഒന്ന് ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നതായിരുന്നു അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിലാണ് അയാളുടെ പ്രിയോക്യുപ്പേഷൻ എപ്പോഴും ഉണ്ടായിരുന്നത്. അങ്ങനെ ഏറ്റവും അവസാനത്തല്ല സെർവൻറ്റ് ഷർട്ട് ആക്ച്വലി സെർവൻറ്റ് ഷർട്ട് മുഴുവനായിട്ടും വ്യൂ ഫൈൻഡറിൽ നോക്കാതെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. 35mm ഫിലിമിലാണ് ഷൂട്ട് ചെയ്തത്, പക്ഷേ വ്യൂ ഫൈൻഡർ അടച്ച് കൂട്ടി അങ്ങനെ ആക്കി വെച്ച് എന്നിട്ട് ഷൂട്ട് ചെയ്തു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ കമ്പോസ് ചെയ്തിട്ട് അതിൽ കണ്ടെയ്ൻ ചെയ്തിട്ട് ഒരു സ്റ്റോറി വേണ്ട, അത് വിഷ്വലിന് ക്യാമറേൻ്റെ മൂവ്മെൻറ്റ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആയിട്ട് എടുത്തു. അതായത് ആക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് കമ്പോസ് ചെയ്ത് മൂവ് ചെയ്യണ്ട എന്നുള്ളൊരു രീതി. അപ്പോൾ അദ്ദേഹത്തിന് അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇത് ബ്രസോണിൻ്റെ കൺസെപ്റ്റിനും കുറച്ചുകൂടെ വെച്ചാൽ വളരെയധികം വ്യത്യാസമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. അത് ഞാൻ ചോദിക്കാൻ കാരണം ഇപ്പോൾ സൗണ്ട് എഞ്ചിനീയറിംഗ്, സൗണ്ട് ഡിസൈൻ പഠിക്കുന്ന ഒരാൾക്ക് ഇങ്ങനൊരു ആഡ് ഓൺ വരുമ്പോൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആകാൻ സാധ്യതയുണ്ടല്ലോ. അതെ, ആക്ച്വലി സൗണ്ട് ഡിസൈൻ ഇപ്പം ഞാൻ ഒരുപക്ഷെ ഞാൻ വർക്ക് ചെയ്ത സമയത്തിനെക്കാട്ടിലും പിന്നെ ഇവിടെ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ കൂടുതൽ അതിനെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ ഈ സൗണ്ടിന് ഇമോഷനെ നല്ലപോലെ കണക്ട് ചെയ്യാൻ കഴിവുണ്ട്. വിഷ്വൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും അത് പെട്ടെന്ന് കോംപ്രിഹെൻഡ് ചെയ്യും. വിഷ്വലിൽ അത് പറ്റൂല എന്നല്ല, നല്ല പെയിൻറ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ പെയിൻറ്റിങ് കുറേ നേരം നോക്കിയിരിക്കുന്നില്ല, അതിൽ ഇമോഷൻസ് ഉണ്ടാവും. പക്ഷെ സിനിമയിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ ഒരു റിയലിസ്റ്റിക്, ഒരു യാഥാസ്ഥിതിക രീതിയിലേക്ക് പെട്ടെന്ന് തന്നെ അത് ഫോം ചെയ്യും. അത് ഫോം ചെയ്യുന്നതോടുകൂടെ നമുക്ക് എല്ലാവർക്കും ഇപ്പോഴത്തെ കാലത്ത് ഇൻഫർമേഷൻ അല്ലേ, ഇൻഫർമേഷൻ കിട്ടിയാൽ നമുക്ക് സന്തോഷമായി. അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ അതിന് ഇൻഫർമേഷൻ കൊണ്ട് എടുത്തു കഴിയും. ഒരാൾ ഇരിക്കുകയാണ്, നടക്കുകയാണ്, പോവുകയാണ്, അല്ലെ അയാൾക്ക് വിഷമിച്ചിരിക്കുകയാണ്, അത്രേ ഉള്ളൂ, അതിന് അടുത്തത് എന്താ എന്നുള്ള ചിന്തയിലേക്ക് വരും. പക്ഷെ ഒരു സംഗതിയിൽ ഡ്വെല്ല് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആർക്കും അതിനുള്ള ക്ഷമ ഉണ്ടാവില്ല. പക്ഷെ അതിൽ ഇമോഷൻ ഇവോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ ഇരുന്നു. അപ്പം അതാണ് ഇത് പിക്ചറിലുള്ള കാര്യം. സൗണ്ടിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇമാജിനേഷൻ സ്ട്രൈക്ക് ചെയ്യുന്നതാണ്. അതായത് ഇപ്പോൾ ഒരു ഡയലോഗ്, എഴുതിയ ഡയലോഗ് അതുപോലെ പറയുന്നത് ഓക്കെ, എന്നുവെച്ചാൽ അതിൻ്റെ ടെക്സ്റ്റ് ഓക്കെ, പക്ഷെ എങ്ങനെ പറയുന്നു എന്നുള്ളതനുസരിച്ച് നമ്മൾ ഓരോരുത്തരും അതിനെ കോംപ്രിഹെൻഡ് ചെയ്യും. ഒരേ കാര്യം തന്നെ പല ആക്ടേഴ്സും നമ്മളിപ്പോൾ ചില ഡയലോഗ്സ് ഒക്കെ എഴുതി കഴിഞ്ഞാൽ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ പറയാറുണ്ട്, ഞാനും പറയാറുണ്ട് ചിലപ്പോൾ, അല്ല ഈ ഡയലോഗ് ഇങ്ങനെ ഇതിപ്പോൾ ശരിയാവില്ലല്ലോ. അപ്പോൾ ഞാൻ വർക്ക് ചെയ്തിരുന്ന ഒരു ഡയറക്ടർ പറയാം, നമുക്ക് ഈ ആക്ടർ എങ്ങനെ പറയും നോക്കാം. അങ്ങനെ ആക്ടർ പറയുമ്പം ഇദ്ദേഹം എല്ലാം അടുത്ത് പോയിട്ട് പറയും, ഒരു കാര്യം ചെയ്യാം, ആ വേർഡിന് വരെ ഈ വേർഡ് ആക്കിക്കൊള്ളുന്നു.
അയാൾ പറയുന്ന രീതി അനുസരിച്ച് ഇത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടോ അതിൽ ആ വേർഡ് വന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് വേണ്ടത് ഇമോഷൻ കിട്ടും. അപ്പോൾ ഇത് കേൾക്കുന്നത് എങ്ങനെയാണോ അതുപോലെയാണ് ഇത്. അപ്പോൾ അതുപോലെ സൗണ്ടിൻ്റെ എല്ലാ രീതിയിലും, അതായത് സൗണ്ട് ഒരു ഇൻഫർമേഷനേക്കാട്ടിലും കൂടുതൽ അതൊരു സെൻസേഷനായിട്ട് ചിന്തിക്കാൻ പറ്റിയെങ്കിൽ ഒരു പുതിയ വേൾഡ് തന്നെ തുറന്നു കിട്ടും. കാലത്ത് മണി കൗൾ അത് അല്ലാതെ വേറെ ഇന്ററാക്ട് ചെയ്തിട്ടുള്ള പ്രമുഖരായിട്ടുള്ള ഞാൻ ആദ്യം ചെയ്തത് സുധീർ മിശ്രയുടെ സിനിമയാണ്. പിന്നെ അതുകൂടാതെ രാകേഷ് മേനോൻ്റെ കൂടെ ഡോക്യുമെൻ്ററി ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് അമോൽ ഗുപ്തേൻ്റെ ചെയ്തു. പിന്നെ മുരളിയുടെ കൂടെ 4-5 സിനിമ ചെയ്തു. ശ്രീരാം രാഘവൻ്റെ കൂടെ 6 സിനിമ ചെയ്തു. പിന്നെ ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ഞങ്ങൾ 2-3 പേര് കൂടിയിട്ട് കുറേ മെയിൻ സ്ട്രീം സിനിമയും ചെയ്തിട്ടുണ്ടായിരുന്നു. അശോക കമ്പനി, രാം ഗോപാൽ വർമ്മയുടെ ഒരു 5-10 സിനിമ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയിട്ട്. ഞാനൊരു സ്പെസിഫിക് പാർട്ടായിരിക്കും, ഒരു പക്ഷേ ഡബിങ് ആയിരിക്കും ഞാൻ ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഫോളി റെക്കോർഡിങ് ആയിരിക്കും, ഫോളി എഡിറ്റിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ പിന്നെ മിക്സിൽ ഹെൽപ്പ് ചെയ്തായിരിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട്. ദ്വാരക് വാര്യറും ഞാനും കൂടിയാണ് ഒരുമിച്ച് കുറേ പടങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബലരാമും ഉണ്ടായിരുന്നു കുറച്ച് സമയത്തായിട്ട്, അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ ഈ പ്രൊജക്റ്റ് വരുന്ന സമയത്ത് എങ്ങനെയാണ് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഈ സൗണ്ട് ഡിസൈനെ കുറിച്ച് ഡയറക്ടേഴ്സ്? അത് വളരെ റെയറായിട്ട് ഡയറക്ടേഴ്സ് ഈ സൗണ്ട് സിനിമയിൽ അവരുടെ സിനിമയിൽ യൂസ് ചെയ്യുന്ന രീതിയിൽ ഉണ്ടാവാറുള്ളൂ. മിക്കപ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എവിടെ ഗൺഷോട്ട് ഉണ്ടെങ്കിൽ നല്ല ഗൺഷോട്ട് വേണം, ഡയലോഗ് ഉണ്ടെങ്കിൽ ക്ലിയർ ആയിട്ടുള്ള ഡയലോഗ്സ് വേണം, അത്രയും ഉണ്ടാവുള്ളൂ. പിന്നെ അറ്റ്മോസ്ഫിയർ വേണം, മ്യൂസിക് വരുമ്പോൾ മ്യൂസിക് ഇതായിട്ട് വേണം. അല്ലാതെ ഇപ്പോൾ അതായത് ഉണ്ട് ശ്രീരാം രാഘവൻ അങ്ങനെ ഒരു സംഗതി ഉണ്ടായിരുന്നു. ശ്രീരാം ചില സീൻസ് ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആദ്യത്തെ റീഡിങ്ങിൽ തന്നെ പറയും, ഈ സീനിൽ ഇപ്പോൾ ജോണി ഗദ്ദാറിൽ ഒരു ഫൈറ്റ് ഉണ്ട്, ഈ ഒരു മേജർ ഫൈറ്റ് ഉണ്ട്, നല്ലൊരു ലെങ്തി ആയിട്ടുള്ള സീക്വൻസ് ആണ്, വളരെ ക്രൂഷ്യലായിട്ട് സിനിമയിലും ക്രൂഷ്യലായിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ അന്ന് ശ്രീരാം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ സിനിമ ഈ ഇതിൽ സീക്വൻസിൽ മ്യൂസിക് ഉണ്ടാവില്ല, സൗണ്ട് കൊണ്ട് തന്നെയാണ് ഉണ്ടാവുക. അതേപോലെ ബദ്ലാപൂരിലും ഉണ്ടായിരുന്നു അതുപോലെ ഒരു മെയിൻ മേർഡർ സീക്വൻസും അത് കഴിഞ്ഞ് പുറത്ത് വരുമ്പോൾ ഇതിൽ മ്യൂസിക് ഉണ്ടാവില്ല. അതുപോലെ ഓരോ സീക്വൻസും അങ്ങനെ ഡിസൈഡ് ചെയ്യും, മ്യൂസിക് ഉണ്ടാവില്ല, അങ്ങനെ പറയുന്നതുണ്ട്. പിന്നെ ഇംതിയാസായിട്ട് ഞാൻ ചെറിയൊരു ഇത് ചെയ്തിട്ടുണ്ട്, ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലും ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇംതിയാസ് പറഞ്ഞു, നമുക്ക് ഈ എഫക്ട്സ് ഇങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാം. അതല്ലാതെ വേറെ ഏതെങ്കിലും ഒരു അതായത് ഇപ്പോൾ സൗണ്ട് ഇപ്പോൾ കണ്ടംപററിയിൽ ഇപ്പോൾ ലുക്രീഷ്യ മാർട്ടിൻ എന്ന് പറഞ്ഞ ഒരു സ്പാനിഷ് ഡയറക്ടർ ഉണ്ടല്ലോ, അവരുടെ ഇപ്പോൾ ഹെഡ്ലെസ് വുമൻ കണ്ടു കഴിഞ്ഞാൽ ആ സിനിമേൻ്റെ മുഴുവൻ എക്സ്പീരിയൻസും ബിൽഡ് ചെയ്തിരിക്കുന്നത് സൗണ്ടിൻ്റെ അകത്താണ്. അത് നമ്മൾ അറിയുന്നില്ല. അതായത് സൗണ്ടിൻ്റെ പലപ്പോഴും നമ്മൾ ഈ ക്രിട്ടിക്കലി സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ക്രിട്ടിക്കലായിട്ട് ഇതിനെപ്പറ്റി അനലൈസ് ചെയ്യുന്ന ആളുകൾ സൗണ്ടിൻ്റെ മെറ്റഫോറിക് ക്വാളിറ്റിയോ മെറ്റോണിമിക് ക്വാളിറ്റിയോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്, ഈ സൗണ്ട് എന്തിനു റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അല്ലാതെ സൗണ്ട് ആസ് എൻ എക്സ്പീരിയൻസിനോ സൗണ്ട് ആസ് എ സെൻസേഷൻ, അതായത് ഇപ്പം ഞാൻ സംസാരത്തിൻ്റെ ഒരു രീതി ഉണ്ടാവും, വോയിസിൻ്റെ ഒരു ടോൺ ഉണ്ടാവും, ഇതെങ്ങനെ എഫക്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പം നമ്മളുടെ ഈ ഫിലിമിൽ ഈ ക്യാരക്ടേഴ്സ് ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്, അല്ലെങ്കിൽ വേറെ രീതിയിലാണോ സംസാരിക്കേണ്ടത്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ആക്ഷൻ ഇഫക്ട്സ് നമുക്ക് യൂസ് ചെയ്യണോ വേണ്ടയോ, അല്ലെങ്കിൽ അതിന് എത്ര സ്ട്രെങ്ത് വേണം, അതുകൊണ്ട് എന്താണ് സ്റ്റോറിക്ക് സംഭവിക്കുക, അല്ലെങ്കിൽ ഈ പിക്ചർ ഈ ഒരു സീക്വൻസിൽ ഇത്രയും പിക്ചറിലുണ്ടെങ്കിൽ ഈ ഒരു ഇൻഫർമേഷൻ സൗണ്ട് കൂടി മാത്രമാവാം. പക്ഷെ ഇൻഫർമേഷൻ മാത്രമല്ല, അതിൻ്റെ ഇമോഷൻ കൂടി ആവാം സൗണ്ട് കൂടെ മാത്രം. അപ്പോൾ ഒരു ഡയലോഗ് ഒഴിവാക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഡയലോഗ് ഒഴിവാക്കാന്നുള്ളതിൻ്റെ ഇക്കോണമി കൊണ്ടല്ല, സൗണ്ട് കൊണ്ട് എസ്തെറ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആളുകളുടെ ഇമോഷൻ ട്രിഗർ ചെയ്യാൻ, ഇമാജിനേഷൻ ട്രിഗർ ചെയ്യും, ഇമോഷനേക്കാളും ഇമാജിനേഷൻ ട്രിഗർ ചെയ്യും. ഇപ്പോൾ ബ്രസോണിൻ്റെ ലാർജോണിൻ്റെ അവസാനത്തെ മേർഡർ സീക്വൻസ് ഇല്ലേ, അപ്പോൾ അദ്ദേഹം മുഴുവൻ 5-8 മേർഡർ ഒന്നിച്ച് കാണിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ആ സിനിമ കണ്ടു കഴിയുമ്പോൾ തന്നെ എല്ലാവരും ഫിനിഷ് ദ ഫിലിം. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മനസ്സിലിങ്ങനെ കിടക്കും. ഇതിൻ്റെ കൺസ്ട്രക്ട് ചെയ്യുന്നത് മുഴുവൻ മേർഡറിൻ്റെ സൗണ്ടും അല്ല, ആ ഒരു നായ ഓടുന്നതും ഇതൊക്കെ ആയിട്ടുള്ള ശബ്ദങ്ങളാണ്. ഇതിൻ്റെ അകത്ത് നമ്മളുടെ മനസ്സിൽ ഇതിങ്ങനെ നിന്നുകൊണ്ടിരിക്കും, ഇത് എങ്ങനെയാണ് ഉണ്ടായത്, അല്ലെങ്കിൽ ആ ഇവൻ്റെ ഒരു ബുക്ക് വായിക്കുമ്പോൾ നമ്മളുടെ ഇതിൻ്റെ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കും. അതിന് ഒരു കപ്പാസിറ്റി സൗണ്ടിനുണ്ട്. അതെനിക്ക് തോന്നുന്നു അത്രയൊന്നും ആളുകൾ എക്സ്പ്ലോർ ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു.
ഇതിനിടയ്ക്ക് മുരളി നായരുടെ കാര്യം പറഞ്ഞുകൊണ്ട് അതിൽ മത്സരം ചെയ്തത് ഒരു മ്യൂസിക് ഡയറക്ടറിൻ്റെ റോൾ കൂടിയായിരുന്നു. അത് അങ്ങനെയാ, ഞാൻ മ്യൂസിക് ഡയറക്ടർ ഒന്നും ആയിരുന്നില്ല. എന്താന്ന് വെച്ചാൽ മുരളി കയ്യിലുണ്ടായിരുന്ന പൈസ എല്ലാം എടുത്തിട്ട് ഒരു ക്യാമറ കൊണ്ടുവന്നിട്ട് ഷൂട്ട് ചെയ്തു. അപ്പോൾ അതിൽ തന്നെ വേറെയും പ്രശ്നങ്ങളുണ്ടായിരുന്നു. ക്യാമറ ഒരു സ്പെസിഫിക് സ്പീഡിലും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് തന്നെ കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് സിങ്ക് ഒക്കെ ആയിരുന്നു. പക്ഷേ ലൊക്കേഷനിൽ കൃഷ്ണനുണ്ണി സാർ എഫക്ട്സും ഡയലോഗൊക്കെ റെക്കോർഡ് ചെയ്ത് കൊടുത്തു. പക്ഷെ അവർ എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ ഇതൊന്നും സിങ്ക് ആവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഹൈദരാബാദിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു മുരളിയും കൂടെ പോരും, ബോംബെയിൽ വരും, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ബോംബെയിൽ പിന്നെ അത് എഡിറ്റ് ചെയ്ത് ലളിത കൃഷ്ണ എഡിറ്റ് ചെയ്തു. പിന്നെ അപ്പോൾ ഈ സൗണ്ടൊന്നും സിങ്ക് ആവുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയലോഗ്സ് എല്ലാം കുറച്ചെല്ലാം കട്ട് പേസ്റ്റ് ചെയ്തു, ബാക്കിയെല്ലാം സ്ട്രെച്ച് ചെയ്തു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഈ സ്ട്രെച്ച് ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആവുന്നു. ഈ നോൺ ആക്ടേഴ്സ് ഒരേ രീതിയിൽ സംസാരിക്കുന്നതിന് കുറച്ച് സ്ട്രെച്ച് ചെയ്യും, കുറച്ച് കട്ട് ചെയ്യുകയൊക്കെ ചെയ്തപ്പോൾ അതിന് തന്നെ ഒരു ഫോം വരാൻ തുടങ്ങി. അപ്പോൾ ഇതുപോലെ ഇനി അത് മ്യൂസിക് വേണം. മ്യൂസിക്കിന് ഭാര്യയെടുത്ത് പോകാനോ അല്ലെങ്കിൽ അവരെടുത്ത് ഇത് ചെയ്യാനൊന്നുമുള്ള പൈസ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യാം, നമുക്കിപ്പോൾ റെഫറൻസ് എന്ന രീതിയിൽ നമ്മളൊരു ഇത് ചെയ്യാം. ഞാൻ മ്യൂസിക് എടുത്തു. അപ്പോൾ എൻ്റെ അടുത്തുള്ള അന്നൊക്കെ കാസറ്റ്സ് അല്ലേ, കാസറ്റിൽ നിന്ന് അവിടെ നിന്ന് എടുത്തൊക്കെ മ്യൂസിക് എടുത്ത് എഡിറ്റ് ചെയ്ത് ഇട്ടു. അപ്പം മുന്നേ പറഞ്ഞു ഇത് നല്ലതാണ്. ഞാൻ പറഞ്ഞു ഇത് നല്ലതല്ല, ഇതെല്ലാം കോപ്പി റൈറ്റ്സ് വാങ്ങിക്കേണ്ടതാണ്. ഇവൻ തോംസൻ്റെ ഇതെടുത്തിട്ടുണ്ട്. പിന്നെ മൂൺലൈറ്റ് സൊനാറ്റ, ബീത്തോവൻ്റെ മൂൺലൈറ്റ് സൊനാറ്റ വരെ യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് കമ്പോസ് ചെയ്തണം. ഇതിപ്പോൾ കമ്പോസ് ചെയ്യാൻ ആരെയാ കിട്ടുക? നമുക്ക് ഒരു കാര്യം ചെയ്യാം, തൽക്കാലം ഇപ്പം എൻ്റെ അടുത്ത് പൈസ ഒന്നുമില്ല, ഇപ്പം അത് വെച്ചിട്ട് ഫിലിം അയക്കാമെന്ന് പറഞ്ഞു. സിനിമ അയച്ചു, അതിന് അവാർഡും കിട്ടി. അപ്പോഴത്തേക്ക് തന്നെ അവരുടെ മുരളിയുടെ ഒരു കമ്പനി ഉണ്ട്, അവർ അതിൻ്റെ കോപ്പി റൈറ്റ്സും അതെല്ലാം വാങ്ങിച്ചു. പക്ഷെ അങ്ങനെ അത് യൂസ് ചെയ്തു പോയി. അപ്പം മുരളി പറഞ്ഞപ്പോൾ ഇത് മ്യൂസിക്കിൻ്റെ എല്ലാവരും ചോദിക്കുന്നുണ്ട്. അപ്പം മുരളി തന്നെ മ്യൂസിക് ഡയറക്ടർ എന്ന് വിളിക്കും. കാരണം അത് ആക്ച്വലി അതിൻ്റെ സൗണ്ട് ഡിസൈനും മിക്സിങ്ങും ഒക്കെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ മ്യൂസിക് ഞാൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്. പക്ഷെ അത് ഞാൻ കമ്പോസ് ചെയ്ത മ്യൂസിക് അല്ല, അത് നമ്മുടെ KPSCൻ്റെ മ്യൂസിക്, ബീത്തോവൻ്റെ മ്യൂസിക്, പിന്നെ കുറച്ചെല്ലാം ഇൻസ്ട്രുമെന്റൽസും അങ്ങനെയൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ ചെയ്തു. പൊതുവെ സൗണ്ട് ഡിസൈൻ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു റസൂൽജിക്ക് അവാർഡ് കിട്ടിയപ്പോഴാണ് സൗണ്ട് ഡിസൈനിനെ കുറിച്ച് കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും അതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് കോഴ്സസ് കൊടുക്കാനും ഇതൊക്കെ വന്നത്. പൊതുജനം ഞാനടക്കം ഉള്ള ആളുകളും സൗണ്ട് ഡിസൈൻ എന്നുള്ള കാര്യത്തിനെ കുറിച്ച് ശ്രദ്ധിക്കുന്നവർ വരുന്നത്. ഈ സൗണ്ട് ഡിസൈൻ കോഴ്സ് ആ കാലത്ത് പഠിക്കാനുണ്ടായ സാഹചര്യം അത് എനിക്ക് സിമ്പിളാണ്. കാരണം സത്യം പറയുകയാണെങ്കിൽ ഞാൻ വളർന്ന സിറ്റുവേഷനിൽ സിനിമ എന്ന് പറഞ്ഞാൽ അപ്രാപ്യമായിട്ടൊരു സംഗതിയാണ്. ഇപ്പോൾ എന്ന് വെച്ചാൽ സിനിമ ഡെമോക്രാറ്റിക് ആണ്. പക്ഷെ അക്കാലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ എവിടെയോ ഷൂട്ടിംഗ് നടക്കുന്നു. വല്ലപ്പോഴും കോഴിക്കോട് എവിടെ ഷൂട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഈ തിങ്ങിക്കൂടുന്ന ജനങ്ങളുടെ ഇടയിൽ നിന്ന് എന്തി വലിഞ്ഞെന്തോന്ന് കണ്ടു. അതിൽ ഒരാളുടെ അടുത്ത് പോയിട്ട് എന്തെങ്കിലും സംസാരിക്കാനുള്ള ധൈര്യം പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അച്ഛൻ ഇത് ഫോട്ടോ സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. പിന്നെ നാടകമെല്ലാം എഴുതുകയും സംവിധാനം ചെയ്യുകയൊക്കെ ചെയ്തിരുന്നുകൊണ്ട് അച്ഛനൊരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ പൂനെയിൽ ഇങ്ങനെ ഒരു ഫിലിം സ്കൂളുണ്ട്. അപ്പം ഞാൻ ഫിസിക്സാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതെനിക്ക് താല്പര്യമായിരുന്നു, കുറച്ച് ഇലക്ട്രോണിക്സ് ഒക്കെ ആയിട്ട്. അപ്പം അന്ന് എനിക്ക് ഈ പബ്ലിക് അഡ്രസ്സിനോട് വലിയ താല്പര്യമായിരുന്നു. അപ്പോൾ അവിടെ ഒരു നാട്ടിൽ തന്നെ ഒരു പബ്ലിക് അഡ്രസ്സ് നടത്തുന്ന ഒരാളുടെ ചന്ദ്രേട്ടൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം നല്ല വിവരമുള്ള ആളാണ്. അപ്പോൾ എന്ത് കാര്യത്തിന് ചന്ദ്രേട്ടൻ്റെ അടുത്താണ് പോവുക, ഇതെങ്ങനെയാണ് ചെയ്യുക, അതെങ്ങനെയാണ് ചെയ്യുക. അങ്ങനെ ഞാനൊരു TV ഉണ്ടാക്കി, അങ്ങനെ ആംപ്ലിഫയേഴ്സ് ഉണ്ടാക്കി, ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എനിക്കറിയാം ഞാൻ സൗണ്ടിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു ചാൻസ് ഉണ്ട്. ഫോട്ടോഗ്രാഫി ഞാൻ ചെയ്തിരുന്നെങ്കിലും എനിക്ക് അത് അപ്ലൈ ചെയ്യാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. മോഷൻ പിക്ചർ വേറെ തന്നെയാണെന്നൊരു ചിന്ത ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ വന്നപ്പം ആക്ച്വലി പറഞ്ഞൊരു വാക്ക് ത്രൂ പോലെ എനിക്ക് കാണുന്നുണ്ട്. കാരണം സൗണ്ടിൽ എനിക്ക് അവിടെ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസ് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. ഇപ്പോൾ ചന്ദ്രേട്ടൻ്റെ അടുത്ത് നിന്ന് കിട്ടിയതും ടെക്നിക്കലായിട്ടുള്ള അറിവും, പിന്നെ ഞങ്ങൾ പ്രാക്ടിക്കലി സ്റ്റേജിലൊക്കെ സെറ്റ് ചെയ്തിട്ടും പ്രോഗ്രാംസിനെല്ലാം സ്പീക്കേഴ്സ് സെറ്റ് ചെയ്തു. അപ്പോൾ അതെങ്ങനെയൊക്കെ സെറ്റ് ചെയ്തു വെച്ചാൽ അദ്ദേഹം പറയുന്ന കൺസെപ്റ്റൊക്കെ ആക്ച്വലി അത് തന്നെയാണ് നമ്മൾ പഠിക്കാനുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അത്രയും കൊല്ലത്തെ എക്സ്പീരിയൻസ് ആണ് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെനിക്ക് ഇവിടെ ഇവർ ക്വസ്റ്റ്യൻസ് ദേവദാസ് സാറാണ് ഇൻ്റർവ്യൂവിന് വന്നത്. അപ്പോൾ ദേവദാസ് സാറിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ദേവദാസ് ഇത് ശരിയാണ് പറഞ്ഞാൽ ഈസി ആയിട്ട് കയറി. പിന്നെ ഇവിടെ വന്ന് സിനിമയൊക്കെ കാണാൻ തുടങ്ങിയപ്പോൾ ഇത് തിരക്കില്ലാത്ത വെച്ചാൽ സിനിമ എല്ലാം നല്ലതാണ് വെച്ചാൽ ഉണ്ടാക്കാനും താല്പര്യമാണെന്നുള്ള രീതിയിൽ അങ്ങനെ മണിക്കോളിനെ കൂടെ വന്നു. അങ്ങനെയാണ്. എനിക്ക് നല്ല ഹാപ്പി ആയിട്ടുള്ളൊരു ജേർണി ആയിട്ടാണ് ഉണ്ടായത്. എനിക്ക് വേണമെങ്കിൽ ഞാൻ തുടക്കത്തിൽ കുറച്ച് അഡ്വർടൈസ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല പൈസയും കിട്ടും. അഡ്വർടൈസ്മെന്റ് അക്കാലത്തൊക്കെ അക്കാലത്ത് ഇപ്പോഴും നല്ല പൈസ കിട്ടിയിരുന്നു. പക്ഷെ എനിക്ക് ഒരു കാര്യം ഉറപ്പായിരുന്നു, ഇത് സ്റ്റാഗ്നൻ്റ് ആവുന്നുണ്ട്. കാശ് കിട്ടിയായിരുന്നു, ഒരു പക്ഷേ ലിവിങ് അത് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ നല്ല ഹെൽപ്ഫുൾ ആയിരുന്നിരിക്കും.
പക്ഷെ എനിക്ക് തോന്നി അത് ശരിയാവില്ല, ഇത് ഇടയ്ക്കല്ല. പക്ഷെ ഇടയ്ക്ക് എന്നുള്ള അഡ്വർടൈസ്മെന്റിലൊന്നും ഇടയ്ക്ക് കയറുക എന്നുള്ളത് നടക്കില്ല. അത് നമ്മൾ ആ ഫീൽഡിലാണെങ്കിലേ അത് നടക്കുള്ളൂ. ഞാൻ പിന്നെ അല്ല, ഞാൻ മണിയുടെ കൂടെ വർക്ക് ചെയ്യാന്നുള്ള രീതിയിൽ ഞാൻ അവിടെ നിന്ന് ഷിഫ്റ്റായി. അപ്പോൾ സിനിമ ഉണ്ടാക്കുന്നതിൻ്റെ ആഗ്രഹത്തോടു കൂടി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഡിറക്ഷനിൽ ഉണ്ടായിരുന്നത്. പക്ഷേ അതോടുകൂടി സാധാരണത്തിൽ ഈ സിനിമേൻ്റെ ഫണ്ടിങ്ങും സിനിമയുടെ രീതിയൊക്കെ മാറിക്കൊണ്ടിരുന്നു. അപ്പം പിന്നെ സൗണ്ടിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെ സൗണ്ട് ചെയ്യാനും തുടങ്ങി. ഞാൻ മണിയും വളരെ ടെക്നിക്കലി വളരെ അബ്രസ്റ്റ് ആയിരുന്നു അദ്ദേഹം. എന്തൊരു ടെക്നോളജി വന്നാലും ഉടനെ തന്നെ അതെന്താണ്, ഇത് ഇൻ്റർനെറ്റ് ഇല്ലല്ലോ അക്കാലത്ത്. അപ്പം നമ്മൾ ഏതെങ്കിലും ബുക്കും ലിറ്ററേച്ചറും അല്ലെങ്കിൽ പുറത്തുനിന്ന് ആരെയും വരുന്നുണ്ട്, അവരുടെ അടുത്ത് നിന്ന് ഈ സൗണ്ട് മാഗസിൻസോ അങ്ങനെയൊക്കെ കൊണ്ടുവരാൻ അദ്ദേഹം പറയും സൗണ്ടിൻ്റെയും പിക്ചറിൻ്റെയും ലെൻസിൻ്റെയും എമൽഷൻ്റെയും എല്ലാം ഇത് എങ്ങനെയെങ്കിലുമൊക്കെ കിട്ടിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇരുന്ന് വായിക്കുമ്പോൾ ടെക്നോളജി ആയിട്ട് കൂടെ നിൽക്കാൻ വലിയ ബുദ്ധിമുട്ട് വന്നില്ല. അതുകൊണ്ട് തന്നെ തിരിച്ച് സൗണ്ടിലേക്ക് വരാൻ തുടങ്ങിയപ്പോൾ ടെക്നോളജി ഒരു പ്രശ്നമായിരുന്നില്ല. പിന്നെ ഇവിടെ പഠിപ്പിക്കുന്നതും ഒരു സർട്ടൻ മെഷീനോ അല്ലെങ്കിൽ സർട്ടൻ സോഫ്റ്റ്വെയറോ അല്ല, തോട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏത് സമയത്തും അഡാപ്റ്റ് ചെയ്യാൻ അത് പ്രയാസം വന്നില്ല. കണ്ടംപററിയുടെ കാര്യം പറയുമ്പോൾ പുതിയ കാലത്തെ സിനിമകൾ ഏത് രീതിയിലാണ് അതിനെ റിസീവ് ചെയ്യുന്നത്? ഇപ്പം എനിക്ക് തോന്നുന്നത് അധികം സിനിമകൾ കാണുന്നത് കുറവാണ്. ഓരോ മറ്റ് ഇതൊക്കെ ആയിട്ട് അങ്ങനെ കാണാറില്ല. പക്ഷെ വേറൊരു ഇതിപ്പോൾ പറ്റിയിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്റ്റോറി ടെല്ലിങ് മാത്രമായിട്ടുള്ള സിനിമ കാണാൻ അത്ര ഒരു താല്പര്യമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോറി എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് വായിക്കാനും ഇഷ്ടമാണ്. പക്ഷേ ഒരു സിനിമ കണ്ടതിന് ശേഷം ഇതൊരു സ്റ്റോറി മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഫുൾഫില്ലിങ് അല്ലാതെ തോന്നും, ഒരു വിഷമം തോന്നും. അപ്പോൾ എന്തിനാ സിനിമ കാണുന്നത്, പിന്നെ അതിൻ്റെ സ്റ്റോറി ഉണ്ടെങ്കിൽ വായിച്ചാൽ പോരെ എന്നുള്ളൊരു ചിന്ത. അപ്പോൾ സിനിമയായിട്ട് നിലനിർത്താനുള്ള താല്പര്യമുള്ള ഫിലിം മേക്കേഴ്സും ഇപ്പോൾ കുറച്ച് കുറവാണ്. ഇതിപ്പോൾ നമ്മളത് മാത്രമല്ല, സ്കോർസെസിൻ്റെ 80th ബർത്ത്ഡേക്ക് അദ്ദേഹം പറഞ്ഞ കാര്യം അത് തന്നെയാണ്. നമ്മൾ ഈ ഫ്രാഞ്ചൈസി സിനിമയും പിന്നെ ഈ ടെക്നോളജി മാത്രം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആൾക്കാർ പിന്നെ സിനിമ കാണാൻ വരാതിരിക്കും. ഇപ്പം സിനിമ കാണാൻ വരാതിരിക്കുന്നതിന് പ്രധാന കാരണം അത് തന്നെയാണ്. സ്റ്റോറി മാത്രമാണെങ്കിൽ അതിപ്പോൾ മൊബൈൽ ഫോണിൽ കണ്ടാലും പോരെ. സിനിമ എക്സ്പീരിയൻസ്, പിന്നെ ഇത് ടെക്നോളജി എക്സ്പീരിയൻസ് എല്ലാവർക്കും 5 മിനിറ്റ് കൂടുതൽ ഒരു ടെക്നോളജിക്ക് ആരെയും പിടിച്ചു നിർത്താൻ പറ്റില്ല. എത്ര വലിയ VFX ആണെങ്കിലും എത്ര വലിയ സൗണ്ട് ഇമേഴ്സീവ് സിസ്റ്റം ആണെങ്കിലും അതിൻ്റെ ആ ഒരു ഫ്രഷ്നെസ് 5 മിനിറ്റോ അല്ലെങ്കിൽ ഒരു ഫിലിമോ നിൽക്കും. എല്ലാ ഫിലിമും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മടുപ്പ് വരും. പക്ഷേ ഇപ്പോഴും ആൾക്കാരുടെ അടുത്ത് ഇപ്പോൾ ഒരു പഴയ പാട്ട് കേൾപ്പിച്ച് കഴിഞ്ഞാൽ, ഒരു മോണോയിൽ വരുന്നൊരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ അതെല്ലാവരും കേട്ടിരിക്കുമല്ലോ. അതിൻ്റെ സൊഫിസ്റ്റിക്കേഷനും അതിൻ്റെ ലയവും അതിൻ്റെ ഇമോഷണൽ നെറേറ്റീവ് എന്ന് തന്നെ പറയാം, ഇമോഷണൽ ഡെവലപ്മെൻറ്റ് ഉണ്ട്. അതാണ് നമുക്ക് വേണ്ടത്. ലൈഫിൽ നിന്ന് നമ്മൾ വിട്ടുപോകും, അതിൻ്റെ കുഴപ്പമാണ്. അതുകൊണ്ടാണ് സിനിമ നിൽക്കാത്തതെന്ന് തോന്നുന്നു. ഇപ്പോൾ ഈ ഡെമോക്രറ്റൈസേഷൻ ഓഫ് മൂവീസ് എന്ന് പറയുന്നത് ഒരുപാട് ആർക്കും ഒരു ക്യാമറ ഉണ്ടെങ്കിൽ ചെയ്യാമെന്നുള്ള രീതിയിലേക്ക് വരുന്നത് ഇൻ എ വേ ഇറ്റ്സ് എ ഗുഡ് തിങ്. ബട്ട് ഈ പറഞ്ഞ പോലെയുള്ള മൂല്യശോഷണങ്ങളും പല കാര്യങ്ങളും അതിൽ നടക്കുന്നുണ്ട്. AI വരുന്നു, കുറേ കാര്യങ്ങൾ ദ മെഷീൻ വിൽ ഡു എ ലോട്ട് ഓഫ് തിങ്സ് വിച്ച് വി കനോട്ട് ഡു. അത് ഇമോഷൻ ഉണ്ടോ ഇല്ല എന്നുള്ള വേറെ കാര്യം. സോ ഇനി ഫ്യൂച്ചർ ഓഫ് സിനിമ എന്നുള്ള രീതിയിൽ എന്താ തോന്നുന്നത്? എനിക്ക് തോന്നുന്നു ആസ് എ ഫോം ഇതങ്ങനെ പെട്ടെന്ന് വിട്ടുപോകില്ല. ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ ഇത് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ആക്ച്വലി എൻ്റെ എക്സ്പീരിയൻസിൽ ഇപ്പോൾ ഞാൻ ഇത്ര മാത്രം സിനിമ തുടക്കം മുതൽ അവസാനം വരെ ചെയ്യുമ്പോൾ, നമ്മളൊരു സിനിമയെ പറ്റി തുടങ്ങുമ്പോൾ ഏകദേശം എനിക്ക് ഇരിക്കുന്നത് ആദ്യത്തിലൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു 10-30 കഴിയുമ്പോൾ നമുക്കറിയാം ഇതിങ്ങനെ തുടങ്ങി വരുന്നുണ്ടെങ്കിൽ മിക്കവാറും ഇതെങ്ങനെ ആവാം എന്നുള്ളൊരു ചിന്തയുണ്ട്. പിന്നെ ഒരു ഡയറക്ടർ കൂടെ 4-5 സിനിമ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കറിയാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പക്ഷേ ഇതിലൊക്കെ ഉണ്ടാകുന്ന സർപ്രൈസ് എന്താണെന്ന് വെച്ചാൽ, ഈ സർപ്രൈസ് കാണുന്ന ഡയറക്ടേഴ്സും കുറവാണ്. അതായത് സിനിമ ഷൂട്ട് ചെയ്യുന്നതോടുകൂടി തന്നെ അത് പ്രസവൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഈ നമ്മുടെ സ്ക്രിപ്റ്റ് ഇങ്ങനെ പേപ്പറിൽ ഡെഡായിരിക്കുന്ന ഒരു സംഗതി ലൊക്കേഷനിൽ ലൈവായിട്ട് വരും. പിന്നെ അത് രക്ഷസ് കാണുമ്പോൾ പിന്നെയും ഡെഡാവും. പിന്നെ അത് ആദ്യം ജീവൻ കൊടുത്തു വരണമെന്നുണ്ട്. അപ്പോൾ ആ ജീവൻ കൊടുക്കുന്നതുണ്ടല്ലോ പുതിയ സാധനത്തിൻ്റെ മുകളിലായിരിക്കണം. നമ്മൾ തുടങ്ങിയെടുത്ത് വെച്ച് കഴിഞ്ഞാൽ വി ആർ ഫിനിഷ്ഡ്. അപ്പോൾ ഇപ്പോഴത്തെ ഈ ബൗണ്ട് സ്ക്രിപ്റ്റ് ഫിലിം മേക്കിംഗ് ഉണ്ടാവും. പക്ഷേ ബൗണ്ട് സ്ക്രിപ്റ്റ് ഇല്ലെങ്കിലും പ്രശ്നമാണ്. ഞാൻ തോന്നിയ മാതിരി ഷൂട്ട് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ ബജറ്റ് അത്രയും ഉണ്ടാവില്ല. പക്ഷേ ഈ ഇപ്പം മണിയെ പറ്റി ആൾക്കാർ പറയുന്നു, എന്താ പിന്നെ പലരും വിചാരിക്കും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സ്ക്രിപ്റ്റ് വേണ്ട സിനിമ ഷൂട്ട് ചെയ്യാമെന്നുള്ളത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ ദിവസവും രാവിലെ 3 മണിക്ക് എഴുന്നേക്കും. എന്നിട്ട് രാവിലെ 6 മണി 7 മണി വരെ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുക ചെയ്യും.
എന്നിട്ട് ഇത് എഴുതി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് പിന്നെ അത് ബാക്കി ഇതിങ്ങനെ എല്ലാ ദിവസവും കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഇപ്പം ഞങ്ങൾ ഒരു സിനിമ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രിപ്പറേഷൻ വളരെ സീരിയസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കും. ചിലപ്പോൾ ഈ ഫണ്ടിങ് കംപ്ലീറ്റ്ലി പ്രശ്നങ്ങൾ നിൽക്കുന്നത്. ഇപ്പം ഒരു അടുത്ത മാസം നമുക്ക് ഷൂട്ട് ചെയ്യാനൊക്കെ നിൽക്കുന്ന സമയത്തായിരിക്കും എന്തെങ്കിലും ഇഷ്യൂ ആയിട്ട് അത് നടക്കാതിരിക്കുക. പക്ഷേ ഇദ്ദേഹത്തിന് ഒരു മാറ്റമില്ല. അതേമാതിരി തന്നെ നടന്നത് ഇങ്ങനെ ഷൂട്ട് ചെയ്യാം. നമുക്ക് ഈ ലെൻസ് വന്നിട്ടുണ്ട്, ആ പെർട്ടിക്കുലർ ലെൻസ് വെച്ച് ഇത്ര ഡിസ്റ്റൻസ് ഷൂട്ട് ചെയ്താൽ ഈ ഡെപ്ത് കിട്ടും, ഈ ഇമേഷനിൽ ഷൂട്ട് ചെയ്യാം. അത് പിന്നെ എത്രയാ ക്യാമറമാനെ വിളിച്ചിട്ട് ചോദിക്കുക, നമ്മൾ 2 സ്റ്റോപ്പ് പിന്നെ അണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും, ഇതിങ്ങനെ ലുക്ക് വരില്ലേ, സൗണ്ടിൻ്റെ കാര്യത്തിൽ ഈ ഡിജിറ്റൽ വന്നു കഴിഞ്ഞാൽ എന്താ, ഇതുകൊണ്ട് എന്താ ചെയ്യുക, ഇതൊക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് ചിലപ്പോൾ തലേ ദിവസം ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്നോട് പറയേണ്ടത് നാളെ രാവിലെ തന്നെ പോയിട്ട് അവിടെ ആ ക്രെയിൻ സെറ്റ് ചെയ്യാനുള്ള സമയത്തൊക്കെ ചെയ്യണം, അത് ബാക്കിലേക്ക് ചെയ്യരുത്, അതിൻ്റെ ആ മൂവിയില്ല, അതെല്ലാം ക്ലിയർ ആയിട്ട് ചിന്തിച്ചിട്ടാണ്. ജിബൊന്നും ഇല്ലല്ലോ, നോർമൽ ക്രെയിൻ ഇല്ലല്ലോ. പിറ്റേ ദിവസം രാവിലെ ഞാൻ പോയിട്ട് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ കേൾക്കറേ മണി ഇത് അതൊക്കെ പോയി, കാരണം ഇന്നത്തെ ലൈറ്റ് കണ്ടില്ലേ, ഇതെല്ലാം മാറ്റി ഇവിടുന്ന് ഷൂട്ട് ചെയ്യാം. അപ്പോഴെന്താ അതിൽ ആ ഡയലോഗൊന്നുമല്ല ഇത്. അപ്പോൾ അദ്ദേഹത്തിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി തറവാക്കി കഴിഞ്ഞിട്ട് തന്നെ ഹി ടേക്സ് എ സ്ക്രിപ്റ്റ് അവേ, അല്ലാതെ കംപ്ലീറ്റ്ലി ആ ഇതായിട്ട് ചെയ്യുന്നതല്ല. എന്നിട്ട് പിന്നെ ഇതിൻ്റെ എന്താ വേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ഫുൾ ഓവറോൾ ഫിലിം അതിന് ശേഷമാണ് ദെൻ ഹി സ്റ്റാർട്ട്സ് വർക്കിംഗ് ഇലാബറേറ്റിംഗ്. അതായത് മ്യൂസിക്കിൻ്റെ അതേ രീതിയിൽ തന്നെ ആണ്. അങ്ങനെയാണ് അദ്ദേഹം മ്യൂസിക്കുമായിട്ട് അദ്ദേഹത്തിൻ്റെ ഫോം അങ്ങനെയാണ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഇൻട്രസ്റ്റിംഗ്. മേജർ ചാലഞ്ചസ് എങ്ങനെയാണ് ഉണ്ടാവുക ഈ സൗണ്ട് ഡിസൈൻ? കാരണം അവരുടെ ഒരു കോൺസെപ്റ്റ് അവർ കൺസീവ് ചെയ്തൊരു രീതിയുണ്ട്, പലപ്പോഴും ഇൻട്രാക്ഷൻസ് നടക്കും ആൻഡ് യു വിൽ കം ടു നോ. ആൻഡ് ആസ് എ സെഡ് അവർ ഒരു ഡയറക്ടറുടെ അടുത്ത് വർക്ക് ചെയ്യുമ്പോൾ അവരുടെ രീതി മനസ്സിലാവും. പക്ഷേ മേജർലി ഉണ്ടാവുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണ്? ഒന്ന് എന്താന്ന് വെച്ചാൽ നമുക്ക് ഒരേ പ്ലെയിനിലാവാൻ ഈ ബേസിക്കലി ഇത് പലപ്പോഴും ഈ പിക്ചറും സൗണ്ടും കൂടെയുള്ള ഈ കോമ്പിനേഷനിൽ വരുന്ന ഈ ഒരു ഇമോഷൻ ഉണ്ടല്ലോ, അതായത് ഇമേജിൻ ഇവോൾവ് ചെയ്യുന്ന ഇമോഷൻ മിക്കവാറും നമുക്ക് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ പ്ലാൻ ചെയ്തിട്ടോ പറ്റൂല. അപ്പോൾ പലപ്പോഴും എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഡിസ്കഷനിലൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അസ്യൂം ചെയ്യാണ്, ഇങ്ങനെയാണ് പിക്ചർ, ഈ സൗണ്ട് വന്നാൽ ഇന്നത് വരും, അപ്പോൾ ഈ ഇവിടെ മ്യൂസിക് വരണത് എത്ര ലൗഡ് ആവണം അങ്ങനെയുള്ള ചിന്തയിലാണ് വരിക. പക്ഷെ നമ്മളിത് ഫോം ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ അതിനൊന്നും ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു ഡയറക്ടർ ഒരുപക്ഷെ അതിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ ഇത് വലിയ ബുദ്ധിമുട്ടാണ്. നമുക്കറിയാം ഇത് ഇറ്റ്സ് നോട്ട് ഫോമിങ്. ചില സമയത്ത് നമുക്കറിയാം ഇത് ഈ സ്റ്റോറി തന്നെ പറയുന്ന സ്റ്റോറി ഫോം ചെയ്യുന്നുണ്ട് പെർഫെക്റ്റ്ലി, നോ പ്രോബ്ലം, അതിൻ്റെ ലോജിക്കെല്ലാം കറക്റ്റ്. പക്ഷെ ഇമോഷണലി ഇതൊരു ഒന്നും ഇതിൻ്റെ അകത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ അറിയാൻ പറ്റും. പക്ഷെ അത് ആ പ്രൊഡ്യൂസറോ ഡയറക്ടറോ സമ്മതിക്കില്ല, അതിന് മ്യൂസിക് വരൂ നല്ല ലൗഡാക്കും ഇത് ചെയ്യും. പ്രത്യേകിച്ച് മെയിൻ സ്ട്രീം സിനിമയിൽ പലപ്പോഴും ഇങ്ങനെ ഇതൊരു വലിയ ചലഞ്ചാണ്. പിന്നെ ഈ ലൗഡ്നെസ്സിൻ്റെ ഇതുണ്ടല്ലോ, കൂടുതൽ ലൗഡാക്കുന്നതിനനുസരിച്ച് സൗണ്ട് പിന്നെ ആൾക്കാർ ഇമോഷൻ കൂടും, ശ്രദ്ധ കൂടുന്നുണ്ട്. അത് കാരണം എന്താ വെച്ചാൽ സിനിമയോട് ആക്ച്വലി ആഗ്രഹവും താല്പര്യവും സ്നേഹമുള്ള ആൾക്കാർ സിനിമ കാണാൻ പോവാതെ അത് അവർ പിന്നെ വീട്ടിലിരുന്നിട്ട് ടി വിയിലോ ഇതിലോ OTT-ലോ കാണുന്നുണ്ടത്. തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ അവർ പറയും തലവേദനിക്കുന്നു ഇതാണ്. പിന്നെ ഈ നമുക്ക് അല്ലാതെ ഈ ലൗഡ്നെസ്സോടുകൂടെ താല്പര്യമുള്ള കുറച്ച് ഒരു ഏർബൻ ഒരു സെർട്ടൻ റേഞ്ചിലുള്ള ആൾക്കാർ, ഏജ് റേഞ്ചിലുള്ള ആൾക്കാർ പോയിട്ട് കാണുമായിരിക്കും. പക്ഷെ അത് വെച്ചിട്ട് പിന്നെ അവർ ഇതങ്ങ് ഇൻഫ്ലേറ്റ് ചെയ്യും. പിന്നെ ടിക്കറ്റ് ചാർജ് കൂട്ടിയില്ലേ, 100-300 രൂപ, 20 രൂപ ടിക്കറ്റ് വെച്ചിട്ട് കാണിക്കട്ടെ, നല്ല സിനിമ കാണിക്കട്ടെ എന്ന് പറയാം ആൾക്കാർ വരും. ഒരുപക്ഷെ അത് പിന്നെ സിനിമേൻ്റെ വേസ്റ്റാണ്. ഒരുപാട് ഷൂട്ടിൽ മിക്കവാറും മലയാളത്തിൽ ഇത്രയൊന്നും എനിക്കറിയില്ല, പക്ഷെ ഹിന്ദി സിനിമയിലൊക്കെ പലപ്പോഴും ഒരുപാട് ക്രിമിനൽ വേസ്റ്റ് ഓഫ് മണി. അത് ഈ കുറച്ച് സ്റ്റാർസിനെ പാമ്പർ ചെയ്യാൻ വേണ്ടിയിട്ട് പൈസ ചിലവാക്കിക്കൊണ്ടിരിക്കും. അപ്പം അത് കൊണ്ടാണ് അതൊക്കെ തന്നെയാണ് ഇൻഡസ്ട്രിയിലെ ചലഞ്ചും അത് ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ള സംഗതി. ഒരു ഫിലിം ചിലപ്പോൾ ഇത് വർക്ക് ആവുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ടു സം എക്സ്റ്റെൻറ്റ് യു ക്യാൻ വാല്യൂ ആഡ്, പക്ഷെ അത് ടു സം എക്സ്റ്റെൻറ്റ് മാത്രമാണ്. പല സിനിമകളും നമ്മൾ പ്രതീക്ഷയോടുകൂടി സിനിമ കാണാൻ പോകുമ്പോൾ എൻ്റെ ഡയറക്ടർ എന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ അപ്പോഴും നമ്മൾ ആലോചിക്കാറുണ്ട് ഇത് അവർക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നില്ല, ഇത് കമ്മ്യൂണിക്കേറ്റ് ആവുന്നില്ല, അല്ലെങ്കിൽ ഇത് ഇമോഷൻ വർക്ക് ആവുന്നില്ല എന്നുള്ളതൊക്കെ. ഇത് ഏറ്റവും എനിക്ക് തോന്നുന്നു എവിഡൻ്റ് ആയി വരുന്നത് സൗണ്ട് ഡിസൈനിൻ്റെ ഒരു പോർഷൻ വരുന്ന സമയത്ത് അങ്ങേക്ക് തിരിച്ചറിയാൻ പറ്റും ഇത് വർക്ക് ആവുന്നില്ല. പറഞ്ഞതുകൊണ്ട് ഞാനിത് ഓർത്ത് പറഞ്ഞു. അപ്പോൾ ആ സിറ്റുവേഷനിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ? അത് തീർച്ചയായിട്ടും പറ്റും. അതായത് ഇപ്പം ലാസ്റ്റിൽ ഞങ്ങൾ ചെയ്ത സിനിമ ശ്രീരാമിൻ്റെ കൂടെ മെറി ക്രിസ്മസ് പറഞ്ഞ സിനിമ, അതൊരു ഹ്യൂജ്ലി ചലഞ്ചിങ് പ്രോജക്റ്റ് ആയിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചലഞ്ച് ശ്രീരാം അതിൻ്റെ തൊട്ട് മുമ്പത്തെ 2 സിനിമയും ഹിറ്റായിരുന്നു. അപ്പോൾ മെയിൻ സ്ട്രീം ഇതിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക്
അതൊരു അതേ ജോണർ, അതേ രീതിയിൽ സിനിമ ഉണ്ടാക്കുക, ജോണർ എന്ന് പറയുന്നത് ശരിയല്ല, അതേ രീതിയിൽ സിനിമ ഉണ്ടാക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് അറിയുകയും ചെയ്യാം ഈ അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് ഇഷ്ടം പോലെ അത് കറക്റ്റ് ഇതായിട്ട് എന്തായാലും നല്ലൊരു ബിസിനസ് ചെയ്യുന്നുള്ള ഉറപ്പാണ്. പക്ഷെ ശ്രീറാം അഡമൻ്റ് ആയിരുന്നു ഈ സിനിമ എനിക്ക് ഐ വോണ്ട് ടു ഡു ദിസ് ഫിലിം ലൈക്ക് ദിസ് എന്നുള്ള രീതിയിൽ. അതായത് ആദ്യത്തെ 50 മിനിറ്റ് സിനിമയിൽ ഒന്നും നടക്കുന്നില്ല. അപ്പം എല്ലാവർക്കും അറിയാം, ശ്രീറാം തന്നെ പറയും ഇത് ആൾക്കാർക്ക് ബോറടിക്കും. അപ്പം ശ്രീറാം തന്നെ പറയുകയും ചെയ്തു ചില ഇൻ്റർവ്യൂവിൽ, ഇത് സ്ലോ ബേൺ ആണ്. അപ്പം അത് ആ ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് ഓരോ സമയത്തും ഒരുപാട് എഡിറ്റ് വേർഷൻസ് വന്നു. ഓരോ എഡിറ്റ് വേർഷൻസും ഞങ്ങൾ കണ്ട് ഡിസ്കസ് ചെയ്തു. അപ്പോൾ എഡിറ്റ് ചിലപ്പം മാറ്റും, പിന്നെ സൗണ്ടിൻ്റെ ഐഡിയ മാറ്റും, മ്യൂസിക്കിൻ്റെ ഐഡിയ മാറ്റും, ഇങ്ങനെ കുറേ ക്രോസ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് വാട്ട് എവർ പോസിബിലിറ്റി അവസാനം ദിസ് ഇസ് ഇറ്റ് എന്ന് പറഞ്ഞപ്പോഴും ഒരു സ്ഥലത്ത് അറിയാം ഇത് മെയിൻ സ്ട്രീം വൈസ് എത്രത്തോളം ആവുമെന്ന് അറിയില്ല. ഭാഗ്യം ഉണ്ടെങ്കിൽ ക്ലിക്കാവും. അത് അന്താധുനും അങ്ങനെയായിരുന്നു. അതും ഞങ്ങൾ ചെയ്ത സമയത്ത് അവർ ആ പ്രൊഡ്യൂസറും ഡിസ്ട്രിബ്യൂട്ടറും അവർക്ക് തീരെ ഉറപ്പുണ്ടായിരുന്നില്ല സിനിമ വർക്ക് ചെയ്യുന്നുണ്ട്. അത് പക്ഷേ ശ്രീറാം കംപ്ലീറ്റ്ലി ഉറപ്പായിട്ട് പറഞ്ഞത് ഇങ്ങനെ തന്നെയാണ്, ദിസ് ഇസ് ദ ഫിലിം. അത് സർപ്രൈസിങ് ആയിരുന്നു ആദ്യത്തേത് കണ്ടപ്പോൾ തന്നെ ഇതായിരുന്നു. ഇതില് പക്ഷേ മെറി ക്രിസ്മസിനും ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇഷ്ടമാവാത്ത ആൾക്കാർക്ക് അത് സിനിമേൻ്റെ അടുത്ത് പോകാനും പറ്റിയില്ല. കാരണം അവർ ഒന്നാമത് പ്രതീക്ഷിച്ച് വരുന്ന രീതിയും പിന്നെ ആക്ടേഴ്സ് കോമ്പിനേഷനും. അപ്പോൾ ആ സമയത്ത് പക്ഷെ അത് എനിക്ക് തോന്നുന്നു ചുരുങ്ങി 2-2.5 വർഷം എടുത്തിട്ടുണ്ട്. എല്ലാം ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം തന്നെ 1-1.5 വർഷം എടുത്തിട്ടുണ്ട്. പല എഡിറ്റ്സും പല ടൈപ്പിൽ സൗണ്ടും ഇതൊക്കെ ചെയ്ത് നോക്കിയിട്ട് പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ സിനിമ വർക്ക് ചെയ്തില്ല അത്രയേ ഉള്ളൂ. പക്ഷെ നമുക്കറിയാം ദിസ് ഇസ് വാട്ട് വാസ് ഇൻറ്റൻഡഡ്. ആ ഒരു ഇതുണ്ടാവും. മധു സാറിന് ഇനി ചെയ്യാണെന്ന് തോന്നുന്നത് എന്തെങ്കിലും സ്വന്തമായിട്ടോ അല്ലെങ്കിൽ ഇന്ന ആളായിട്ട് അസോസിയേറ്റ് ചെയ്യണമെന്നോ? എനിക്ക് ആക്ച്വലി സിനിമ ഉണ്ടാക്കാൻ താല്പര്യമാണ്. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ബജറ്റും പിന്നെ മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി ട്രൈ ചെയ്യണമെന്നുണ്ട്. ഉണ്ടാക്കാൻ ഒരു ഡോക്യുമെൻ്ററി ഉണ്ടാക്കി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അതിന് വേണ്ടിയിട്ട്. അത് പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണോ? ഇപ്പം അല്ല, പക്ഷെ അവരത് ഞാൻ ഫാക്കൽറ്റി ആയ സ്ഥിതിക്ക് എനിക്ക് പിന്നെ പബ്ലിക് ഡൊമൈനിൽ ഇടാൻ പറ്റും. സ്റ്റുഡൻസ് ഒക്കെ അവരുടെ പ്രോജക്റ്റൊക്കെ ഇടും. പക്ഷെ ഞാനത് ചെയ്യുന്നത് ശരിയല്ല. കാരണം FTI അവരുടെ ഒരു വിമിയോ ഉണ്ടാക്കിയിട്ട് അതിൽ ചെയ്യാമെന്ന് അവരെന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പം അത് ചെയ്തിട്ടില്ല. പിന്നെ ഒക്കെ പ്രിവ്യൂവിനൊക്കെ വേണ്ടിയിട്ട് ആർക്ക് കൊടുക്കാമെന്ന് മാത്രം അത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കൊടുക്കാം. പക്ഷെ അത് രുദ്രവീണ ഉണ്ടാക്കുന്നതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ അത് ചെയ്യാനുണ്ട്. പിന്നെ എനിക്ക് ഈ ഒരു സിനിമയുടെ ഐഡിയ ഉണ്ടല്ലോ, ഈ ഇപ്പം മണിയുടെ അടുത്ത് നിന്ന് പഠിച്ചതോ അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സ്റ്റുഡൻസിൻ്റെ അടുത്ത് ഷെയർ ചെയ്യുന്ന ഇതോ ഇത്തരം കാര്യങ്ങൾ ഒരുപക്ഷെ ഞാനിപ്പം ഇവിടുന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വിട്ടു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ബോംബെ പോയിട്ട് ഒരു മെയിൻ സ്ട്രീം സിനിമ ചെയ്യുന്നതിനെക്കാട്ടും എനിക്ക് തോന്നുന്നു ഞാൻ നാട്ടിൽ പോയിട്ട് ഈ താല്പര്യമുള്ള കുട്ടികൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റിയാൽ നല്ലതാണെന്ന് വെച്ച് ഒരു ആഗ്രഹമുണ്ട്. ഒരു പക്ഷേ പെട്ടെന്നല്ല, കുറച്ചായിട്ട് എനിക്ക്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു അത് നമ്മളായിട്ട് ഈ ഒരു സംഗതി ഷെയർ ചെയ്യുന്ന കുട്ടികൾക്കെങ്കിലും ഈ ഒരു ആർട്ട് ഫോമിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഉണ്ടായാൽ അതൊരു വളരെ എൻറിച്ചിങ് ആയിരിക്കും എനിക്ക് തോന്നുന്നു. എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും എന്തെങ്കിലും അത് ഇതായിരുന്നില്ല. ഡെഫിനറ്റ്ലി. കാരണം ഇപ്പോൾ എനിക്ക് തോന്നുന്നത് എല്ലാവരും അല്ല, കുറേ പേരെങ്കിലും ന്യൂ ഫിലിം മേക്കേഴ്സ് ആർ എ ബിറ്റ് കൺഫ്യൂസ്ഡ് ആസ് ഇൻ ഇത് പല കാര്യങ്ങളുണ്ട്. അവരുടെ പരിചയക്കുറവ് കൊണ്ടോ അല്ലെങ്കിൽ മിസ്ലെഡ് ബൈ വാട്ട് ഈസ് ഇൻ ദ മെയിൻ സ്ട്രീം, അങ്ങനത്തെ ഒരു ഇതുണ്ട്. സോ ദിസ് ഈസ് വെരി റെലവെൻറ്റ്. മത്സർ പറഞ്ഞ ഈ കാര്യം വളരെ റെലവെൻറ്റ് ആണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പം കാണുന്ന ഈ സ്ലാപ്സ്റ്റിക് കോമഡീസോ അല്ലെങ്കിൽ ഒരു സ്റ്റോറി മാത്രം വെച്ചിട്ടോ, ഈ സ്റ്റോറീസും ഇൻട്രസ്റ്റിംഗ് ആണ്. ഇൻട്രസ്റ്റിംഗ് ഒരു ആസ്പെക്റ്റ് ഉണ്ടാവും. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ സത്യനന്ദിക്കാടോ അല്ലെങ്കിൽ ശ്രീനിവാസനൊക്കെ എഴുതിയിരുന്ന സിനിമയിൽ ആ സ്റ്റോറിയിൽ ഒരു ആസ്പെക്റ്റ് അല്ല, ലൈഫ് കുറച്ചുകൂടെ സ്ട്രോങ് ആയിരുന്നു. അവരുടെ എല്ലാ എക്സ്പീരിയൻസും അവർ ജീവിതത്തിനെ കണ്ടിട്ടുള്ളതും. ഇപ്പം ഒരുപക്ഷെ ആളുകൾ വളരെ കുറച്ച് ആൾക്കാരോ അതിനുള്ള ക്ഷമയുള്ളൂ. ഒരു വെറുതെ ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു ചായക്കടയിൽ പോയി കുറച്ച് നേരം ഇരിക്കുകയാണ്, അല്ല അങ്ങനെ ചായക്കട ഉണ്ടോ എന്ന് അറിയില്ല, വെറുതെ ഒരു പുഴത്തീരത്ത് പോയിട്ട് കുറച്ച് നേരം ഇരിക്കുകയാണ്, അതിനുള്ള ക്ഷമയും ആൾക്കാരെടുത്തില്ല. ഇനി പുഴത്തീരത്ത് പോയി ഇരിക്കുമ്പോഴും മൊബൈൽ ഫോൺ നോക്കിയിട്ടായിരിക്കും. അപ്പം അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ലൈഫും പ്രകൃതിയും ഒക്കെ കൂടെ നിൽക്കുന്ന ഒരു രീതി വരുന്നില്ല. അപ്പം സെൻസേഷൻ്റെ ഒരു പ്രശ്നമാണ്. Thank you so much, sir. It was wonderful listening to you.